സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യൂട്യൂബിലൂടെ ടിനു ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീഡിയോ കണ്ടും അതിൻ്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ചും അല്ലെങ്കിൽ പലവിധമായ അഭിപ്രായങ്ങൾ പറഞ്ഞുമുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ പ്രചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ജനത്തോട് ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ടിനു ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെയൊക്കെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം അങ്ങനെ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പരസ്യം, അദ്ദേഹം തൃശ്ശൂർ സംസാരിക്കുന്നു, അദ്ദേഹം തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു, അദ്ദേഹം എറണാകുളത്ത് സംസാരിക്കുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് അദ്ദേഹത്തെ സുവിശേഷകൻ എന്ന് വിശേഷിപ്പിച്ചേക്കണം, ചില സ്ഥലത്ത് അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് പറയണം, ചില സ്ഥലത്ത് അദ്ദേഹം അപ്പോസ്തലൻ എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അപ്പോസ്തലനാക്കിയത് ആരാണെന്നോ പാസ്റ്റർ ആക്കിയത് ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുവിശേഷകനായിട്ടോ ബ്രദറായിട്ടോ ഇതൊക്കെ ആരാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അല്ലെങ്കിൽ സംബോധന ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അദ്ദേഹം സ്വയം അങ്ങനെയൊക്കെ തീരുമാനിച്ചതായിരിക്കാം. എന്തു തന്നെയായാലും ഞാൻ ഈ യൂട്യൂബിൽ കണ്ട വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സാധാരണ വിശ്വാസികളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷകന്മാരല്ലാത്ത വിശ്വാസികൾ, അവരോടാണ് എനിക്ക് ഈ വീഡിയോ അധികമായും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 പേര് നമ്മളോട് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ള ഒരു വാക്യശകലമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വന്നിട്ട് വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ പ്രാപ്തരാകണം എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് 1 യോഹന്നാൻ അതിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അനേക പ്രവാചകന്മാരുണ്ട്, അതിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാക്കളെ ശോധന ചെയ്യണം. അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവോ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ശോധന ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യം വായിക്കാം.
ഒന്നാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദുരുപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്, അവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് രണ്ട് കാര്യം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒന്ന് അതിൻ്റെ 3-ാം വാക്യത്തിലാണ്, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും. അപ്പോൾ 14-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവജനത്തിൻ്റെ ഇടയിൽ ദുരുപദേശകന്മാരുണ്ടാവും. അവരുടെ രണ്ട് പ്രത്യേകതകളാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഒന്ന്, അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്കു പറഞ്ഞ് മനുഷ്യരെ ചൂഷണം ചെയ്യും എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവർ ദ്രവ്യാഗ്രഹം കൊണ്ട് അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അന്ത്യകാലത്ത് അനേക ശുശ്രൂഷകന്മാർ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവജനം ഓടിക്കൂടുന്നുണ്ട്. ആ ഓടിക്കൂടുന്ന ദൈവജനത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ്, അവർക്ക് വിവേചനത്തിൻ്റെ ഒരു വരം ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു കാര്യം ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ എന്നാണ്. അപ്പോൾ ഒരു വേലക്കാരൻ, കർത്താവിൻ്റെ വേലക്കാരൻ, കർത്താവിനാൽ അയക്കപ്പെട്ട വേലക്കാരനാണോ കർത്താവിനായി വേല ചെയ്യുന്നവനാണോ എന്നുള്ള കാര്യം ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ വിവേചിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പത്രോസ് പറയുന്നതും യോഹന്നാൻ പറയുന്നതും പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും ഈ ശുശ്രൂഷകന്മാരെ വിവേചിക്കണമെന്നാണ്. അതായത് യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ പറയുന്ന ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷകന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം എന്നാണ് യോഹന്നാൻ പറയുന്നത്. പൗലോസും പത്രോസും പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ട്, അപ്പോൾ അവരെ തിരിച്ചറിയണം, അതിനെ വിവേചിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ടിനു ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ചില കാര്യങ്ങളൊക്കെ പറയണത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ്റെ സമ്പത്തിനെ അദ്ദേഹം വിലക്കുന്നു. അതായത് ദൈവസഭയ്ക്ക് ആവശ്യമായ ഭൗതിക നന്മകൾ നൽകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരുടെ സമ്പത്തിനെ പുള്ളി വിലക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞാൽ വിസ വരും, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ മാറും എന്നൊക്കെ അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുകയാണ്. ഞാൻ പറഞ്ഞാൽ വിസ വരും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ വരും എന്നെല്ലാം അദ്ദേഹം ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തോട് എനിക്ക് യാതൊരു വിരോധമില്ല. അദ്ദേഹത്തിന് തോന്നിയതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയവിചാരങ്ങൾക്കനുസരിച്ച് അദ്ദേഹം സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നത് ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ പലരും എടുത്ത് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ഫോണിലൂടെ കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുടെ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വരം ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറയുന്നത്. പ്രവാചകന്മാരെയും ശുശ്രൂഷകന്മാരെയും നമ്മുടെ ഇടയിലുള്ള വേലക്കാരെയും അവർ സത്യവേലക്കാരാണോ ആകാത്ത വേലക്കാരാണോ അവർ ദൈവത്തിൽ നിന്നുള്ളതാണോ
അതോ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവരാണോ എന്നുള്ള കാര്യങ്ങൾ വിവേചിക്കുവാനുള്ള ഒരു വിവേചന വരം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും വേദപുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പൊ യാതൊരു വിവേചനവുമില്ലാതെ ഒരു ക്രിസ്തുവിന്റെ പേരിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചാൽ ആ മീറ്റിങ്ങിൽ ഓടിക്കൂടുന്ന വിശ്വാസികളായ സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾക്ക് വിവേചന വരം എന്ന ഒരു വരം നിങ്ങൾ പ്രാപിക്കണം. ആ വരം ഇല്ല എങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളെ അവർ ചൂഷണം ചെയ്യുമെന്നാണ്. അതിന് കാരണം അവർ ദ്രവ്യാഗ്രഹത്താൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരാണ്. അവർ ജനത്തിന്റെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ കൈക്കലാക്കാമെന്നുള്ള അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരാണ്. അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, നിങ്ങളെ ചൂഷണം ചെയ്യും എന്ന് വേദപുസ്തകം സത്യമായിട്ട് നമ്മളോട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ കടന്നു ചെല്ലുന്ന നിങ്ങൾ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിനെ വിവേചിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിവേചിക്കുവാൻ നമുക്ക് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പൊ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ദൈവ ശുശ്രൂഷകന്മാരുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് വിവേചിക്കുവാൻ കഴിയും. അപ്പൊ വിവേചിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ ആത്മാവ് നൽകുന്ന വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 10-ാം അധ്യായം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം. അപ്പോൾ ചിലർ വീര്യപ്രവൃത്തികൾ ചെയ്യും, ചിലർ ആത്മാക്കളെ വിവേചിക്കും, ചിലരെ പ്രവചിക്കും. അപ്പോൾ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനും പ്രവചനം നടത്തുന്നവനും ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് വിവേചിക്കുവാനുള്ള ഒരു വിവേചന വരം കൂടി ആത്മാവ് സഭയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ വിവേചന വരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ജനം ഓടിക്കൂടുന്നത്. അത് ദൈവികമാണോ പൈശാചികമാണോ ജഡീകമാണോ എന്നൊന്നും വിവേചിച്ചിട്ടല്ല ഈ ജനം അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് പോകുന്നത്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നതിൻ്റെ 1-ാം വാക്യം വായിക്കുന്നത്, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് പറയുകയാണ്, അത് മനുഷ്യർ കാണുക. ഇതാണ് 13-ാം വാക്യം. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും. അപ്പൊ ഭൂവാസികളെ തെറ്റിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന വ്യക്തികൾ വരെ ഉണ്ടാകും. അവരുടെ ആത്മാവ് ദൈവാത്മാവ് അല്ല എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം പറയുകയാണ്. അപ്പൊ ഭൂവാസികളെ തെറ്റിച്ച് കളയുന്ന മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു അന്ത്യകാലത്തിന്റെ പ്രവചനം പറയുമ്പോൾ വൃതന്മാരെ പോലും തെറ്റിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവരുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരാത്മാവ് ദൈവത്തിൽ നിന്ന് വന്ന് ശുശ്രൂഷിക്കുന്നതാണോ അല്ലെങ്കിൽ ദൈവാത്മാവാണോ ആ ശുശ്രൂഷകനിൽ ഉള്ളത് എന്ന് വിവേചിക്കണമെന്ന് വേദപുസ്തകം നമ്മളോട് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടും ഒരു വിവേചനവുമില്ലാതെ വിശ്വാസികൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഓടിക്കൂടുന്നതാണ്
ഈ കള്ള ഉപദേഷ്ടാക്കന്മാർക്കും ഈ ആകാത്ത വേലക്കാർക്കും കള്ളപ്രവാചകന്മാർക്കും പ്രോത്സാഹനം നൽകുന്നത്. അവരെ തിരിച്ചറിയുവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ചെയ്യുന്ന ശുശ്രൂഷകളിൽ പണം ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പണം ആവശ്യപ്പെട്ടും ആഗ്രഹിച്ചും കൊണ്ടാണ് ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിലേക്ക് ഒരു കാരണവശാലും നമ്മൾ കടന്നു പോകരുത്. അത് ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്ന മീറ്റിംഗ് അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആത്മാവല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പണം സ്വരൂപിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളം ആ വ്യക്തിയുടെ ആത്മാവ് ദൈവാത്മാവല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി ഒരത്ഭുതം പ്രവർത്തിച്ചാൽ ഒരടയാളം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്താൽ നടക്കുന്നതാണെങ്കിൽ അതിൻ്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് നൽകും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നതായ ഈ അത്ഭുത കർത്താക്കന്മാരും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരുമെല്ലാം മഹത്വം 1% പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല. മുഴുവൻ മഹത്വവും അവർ എടുക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഈ ടിനു ജോർജിൻ്റെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞാൽ വിസ വരും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. അതൊക്കെ അദ്ദേഹം സ്വയം ദൈവമാണ് എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ദൈവമായി തീരുകയാണ്. ഞാൻ പറഞ്ഞാൽ വിസ വരും എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിന് യാതൊരു റോളുമില്ല. ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും എന്ന് പറഞ്ഞാൽ കർത്താവിന് അവിടെ യാതൊരു റോളുമില്ല. അവിടെ ചെയ്യുന്നതെല്ലാം അദ്ദേഹമാണ്. എന്നാൽ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും പറഞ്ഞത്, അനേക അപ്പോസ്തലന്മാരും അനേക അടയാളങ്ങൾ ചെയ്തപ്പോൾ എല്ലാം പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് ചെയ്തത്. എന്നാൽ ടിനു ജോർജിനെ പോലെയുള്ള ശുശ്രൂഷകന്മാർ പറയുന്നത് ഞാൻ പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ആത്മാക്കളൊന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ശുശ്രൂഷകന്മാരല്ലാത്തത് കൊണ്ട് ആ ആത്മാക്കളൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല. കാരണം ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഏതൊരു വീര്യപ്രവൃത്തിയും ഏതൊരു അത്ഭുത പ്രവൃത്തിയും ദൈവാത്മാവിനല്ല എന്ന് നാം മനസ്സിലാക്കണം. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദുഷ്ടശക്തിയെക്കുറിച്ച്, ദുഷ്ട ആത്മാവിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞപ്പോൾ ഭാവികാലത്ത് തെറ്റായ ആത്മാക്കളുള്ള പ്രവാചകന്മാർ വരുമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നവരെ നമ്മൾ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അവർക്ക് പ്രോത്സാഹനം നൽകുന്നത് ഒരു വിവേചനവും ഇല്ലാതെ അവരുടെ മീറ്റിങ്ങുകൾക്ക് ഓടിക്കൂടി അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ പോലെ അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം വാങ്ങിച്ച് അവരെ ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പ്രബോധിപ്പിക്കുന്നത്. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭേദാഭേദങ്ങളെയും പ്രവാചകന്മാരെയും ആകാത്ത വേലക്കാരെയും എല്ലാം തിരിച്ചറിയുവാനുള്ള വിവേചന വരം എന്ന ഒരു വരം നിങ്ങൾക്കുണ്ടാകണം. ആ വിവേചന വരം നിങ്ങൾക്കില്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ആകാത്ത വേലക്കാര് നിങ്ങളിൽ നിന്ന് നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ സമ്പത്ത് അപഹരിച്ച് അവർ ലാവിഷമായിട്ട് ഈ ലോകത്ത് അടിച്ചുപൊളിച്ച്, ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് ജീവിക്കുകയും നിങ്ങളെ തെറ്റിച്ച് കളയുകയും ചെയ്യും. അതായത് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി ഈ വ്യക്തികളിലേക്ക് അടുപ്പിക്കുന്ന ഒരാത്മാവാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആത്മാക്കളുടെ വിവേചന വരം വേണം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നിങ്ങൾ വിവേചിക്കണം.
ആ വിവേചന വരത്തോടു കൂടി വേണം നിങ്ങളൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ. എല്ലാ എങ്കിൽ ഈ കള്ളപ്രവാചകന്മാർക്കും ആകാത്ത വേലക്കാർക്കും അതുപോലെ തന്നെ ഈ ദ്രവ്യാഗ്രഹികളായിരിക്കുന്നവർക്കും നിങ്ങളൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാതെ, അവരുടെ അത്ഭുത പ്രവൃത്തികളുടെ പിന്നാലെ പോകാതെ, അവരുടെ രോഗശാന്തികളുടെ വരത്തിൻ്റെ പിന്നാലെ പോകാതെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ ദൈവാത്മാവിനാൽ ശുശ്രൂഷ ചെയ്യുന്ന ആ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ മാത്രം നിങ്ങൾ സംബന്ധിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആകാത്ത വേലക്കാരെയും കള്ളപ്രവാചകന്മാരെയും അത്ഭുത കർത്താക്കന്മാരെയും അനുകരിച്ച് ഓടിക്കൂടി അവരെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾക്ക് ഈ അന്ത്യകാലത്ത് നിങ്ങൾ ചൂഷണ വിധേയരാകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിവേചന വരം എന്ന ഒരു വരം പ്രാപിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാ വിശ്വാസികളും, ശുശ്രൂഷകന്മാർ ദൈവാത്മാവിനാലാണോ, അവർ ദൈവം അയച്ചവരാണോ, അവർ ദൈവത്തിൽ നിന്നുള്ളവരാണോ എന്ന് വിവേചിക്കുന്ന ഒരു വിവേചനവരം നിങ്ങൾ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ അവർ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൈക്കലാക്കിക്കൊണ്ട് അവർ ഈ ലോകത്ത് സുഖലോലുപതയിൽ ജീവിക്കുന്നവരായിത്തീരും. അങ്ങനെ ഒരു പ്രോത്സാഹനം നിങ്ങൾ നൽകരുത് എന്ന് ഞാൻ പറയുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.